രാഹുൽ, ഇവിടെയാണ് താങ്കൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയത്. പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ, താങ്കൾക്കൂടെ പങ്കാളിയായ വളരെ ശ്രദ്ധേയമായ ഒട്ടേറെ അനുരണനങ്ങൾ സൃഷ്ടിച്ച ഒരു വിവാദം സമീപകാലത്ത് നടന്നല്ലോ. ബൈബിളിലെ യേശുക്രിസ്തു തന്നെയാണോ ഖുറാനിലെ ഈസാ നബി എന്ന വിഷയം ആസ്പദമാക്കിയ ഒരു സംവാദം. ഞാനത് ആദിയോടന്തം ആവേശത്തോടെ പലവരും കേട്ടു. താങ്കളൊരു മികച്ച സംവാദകനാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. താങ്കളുടെ തർക്കരീതിയോട് എനിക്ക് പലപ്പോഴും മതിപ്പാണ് ഉള്ളത്. കൺഗ്രാജുലേഷൻസ്. എന്നാൽ ചില കാര്യങ്ങളിലെങ്കിലും താങ്കളോട് വിയോജിക്കുവാൻ ഞാൻ നിർബന്ധിതനാകുകയാണ്. ചില അവസരങ്ങളിൽ നിക്ഷിപ്ത താൽപ്പര്യങ്ങളോടെ മനഃപൂർവമായോ അല്ലാതെയോ താങ്കൾ വഴിമാറി സഞ്ചരിക്കുന്നില്ലേ എന്ന് സ്വയം ഒന്ന് ചോദിക്കുന്നത് ഉചിതമായിരിക്കും. കാര്യകാരണ സഹിതം ഞാൻ വിശദീകരിക്കാം. ബൈബിളിലെ യേശുവും ഖുറാനിലെ ഈസായും ഒന്നാണോ എന്നതായിരുന്നല്ലോ നിങ്ങളുടെ സംവാദത്തിലെ പ്രധാന ചോദ്യം. ആ ചോദ്യത്തിന് ഒരുപക്ഷെ ഇങ്ങനെ മറുപടി പറയാം എന്ന് എനിക്ക് തോന്നുന്നു. സത്യത്തിൻ്റെ അംശം വാദത്തിലേർപ്പെട്ട ഇരുവരുടെയും ബോധ്യങ്ങളിലുമുണ്ട്. അതെന്തുതരം മറുപടി എന്ന് ചോദിച്ചേക്കാം. ബേജാറാവേണ്ട, ഒന്ന് കേട്ടോളൂ. മത സൗഹാർദ്ദം ആഗ്രഹിക്കുന്ന ഒരാളാണ് താങ്കൾ എന്നാണ് എൻ്റെ ബോധ്യം. സത്യം എന്ന് കരുതുന്ന കാര്യങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ താൽപ്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ എന്നും ഞാൻ കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിവചനത്തിന് ഞാൻ തുനിയുന്നത് തന്നെ. സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന യേശു എന്ന അതേ വ്യക്തിയെ തന്നെയാണ് ഇസ്ലാമ്യർ ഖുറാനിൽ ഈസാ നബി എന്ന പേരിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എന്ന പ്രസ്താവനയോട് ഞാൻ 100% യോജിക്കുന്നു. താങ്കളുടെ വാദം അവിടെ വരെ വളരെ ശരിയാണ് എന്നാണ് എൻ്റെ അഭിമതം. എന്നാൽ ഈസ എന്ന നബിയെക്കുറിച്ചുള്ള ഒട്ടുമിക്ക ഖുറാൻ പ്രസ്താവനകളും ബൈബിളിലെ യേശുക്രിസ്തുവിന് തെല്ലും യോജിക്കുന്നതല്ല എന്നത് സത്യമല്ലേ രാഹുലേ? ശൈശവത്തിൽ തൊട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ ഖുറാനിലെ ഈസ അത്ഭുതം ചെയ്തെന്നും കളിമൺ പ്രാവിനെ പറത്തിയെന്നും അയാൾക്ക് കുരിശുമരണം വിധിക്കപ്പെട്ടപ്പോൾ പകരം മറ്റാരോ കുരിശിക്കപ്പെട്ടു എന്നുമൊക്കെയാണ് ഈസായെപ്പറ്റി ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. ജനന കഥകളും വ്യത്യസ്തമാണ്. ഇപ്പറയുന്ന ഖുറാനിലെ ഈസാ നബി ഇസ്ലാമ്യരുടെ ബോധ്യപ്രകാരം ഒരു മികവുറ്റ മനുഷ്യൻ മാത്രമാണ്. ദൈവപ്രസാദം ലഭിച്ച, ദൈവം അംഗീകരിച്ച ഒരു പ്രവാചകൻ മാത്രം, അല്ലാതെ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനല്ല. എന്നാൽ ബൈബിളിൽ പറയുന്ന യേശുക്രിസ്തു സാക്ഷാൽ ദൈവപുത്രനാണ്. വചനം ജഡമെടുത്തവനാണ്. ലോകരക്ഷകനായി അവതരിച്ച ദൈവമാണ്. അത്ഭുതകരമായി കന്യകയിൽ ജനിച്ചവനാണ്. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കുന്നതിന് മുൻപ് യേശു അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മെസ്സിഹായ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ജൂതർ കരുതുന്ന 4 മെസ്സയാനിക് മിറക്കിൾസ് ഉണ്ട്. അതെല്ലാം കൃത്യമായി ചെയ്ത ഒരു വ്യക്തിയാണ് യേശു. ഒടുവിൽ കുരിശിൽ മരിച്ചവനുമാണ്. തൻ്റെ അവതാര ലക്ഷ്യം തന്നെ മനുഷ്യപാപ പരിഹാരാർത്ഥം കുരിശിൽ സ്വയം ബലിയാവുക എന്നതായിരുന്നു. തീർന്നില്ല. 3-ാം നാൾ മരണത്തെ പരാജയപ്പെടുത്തി യേശു ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, എത്രയും വേഗം മടങ്ങി വരികയും ചെയ്യും. ഇതൊക്കെയാണ് ബൈബിളിലെ യേശു. ഇങ്ങനെയൊക്കെയാണോ രാഹുൽ ഖുറാനിൽ പറയുന്ന ഈസാ നബി? അല്ലേ അല്ല. യേശുവിൻ്റെ ഈ സവിശേഷതകളൊന്നും ഈസാ നബിയിൽ ആരോപിക്കപ്പെടുന്നതേയില്ല. അപ്പോൾ പിന്നെ യേശുവും ഈസായും ഒരാളാകുന്നത് എങ്ങനെയാണ്? യേശുവിൻ്റെ ഒരു ഡിസ്റ്റോർട്ടഡ് പേഴ്സണാലിറ്റിയാണ് ഖുറാൻ അതേ വ്യക്തിയാണ് എന്ന മട്ടിൽ ഈസായിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. യേശുവിനെ പറ്റിയുള്ള പ്രൈമറി റെവലേഷനായ ബൈബിൾ പറയാത്ത കാര്യങ്ങൾ 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതിയ, ഇക്കാര്യത്തിൽ ഒരു സെക്കൻഡറി സോഴ്സ് മാത്രമായ ഖുറാൻ പറയുമ്പോൾ അവിടെ എന്തോ ഫൗൾ പ്ലേ താങ്കളുടെയും ശ്രദ്ധയിൽപ്പെടേണ്ടതല്ലേ? ഒരുപക്ഷെ ഇസ്ലാമ്യ വാദപ്രകാരം രണ്ടുപേരും ഒന്നായിരിക്കാം. അങ്ങനെ വാദിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് അവർക്ക് ചില നിക്ഷിപ്ത താൽപ്പര്യങ്ങളും ഉണ്ട്. മുഹമ്മദിനെ പോലെയോ അതിൽ അല്പം താഴെ മാത്രമോ ഉള്ള ഒരു പ്രവാചകൻ മാത്രമായി യേശുവിനെ ചിത്രീകരിക്കാനുള്ള ഇസ്ലാമിക തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? എന്നാൽ അതല്ലല്ലോ വസ്തുത. ബൈബിളിൽ പറയുന്നത് പോലെയുള്ള യേശുവിനെ അംഗീകരിച്ചാൽ പിന്നെ മുഹമ്മദ് നബിക്ക് ചരിത്രത്തിൽ പ്രസക്തി ഇല്ലാതെയാകും. മുഹമ്മദിൻ്റെ ആവശ്യകത തന്നെ ഇല്ലാതെയാകും.
അതുകൊണ്ടാണ് ഗ്രേഡ് കുറഞ്ഞ ഒരു ഈസായെ അവതരിപ്പിക്കുവാൻ ഖുർആൻ ശ്രമിക്കുന്നത്. എന്നാൽ യേശു കേവലം ഒരു മനുഷ്യനല്ല, മനുഷ്യാവതാരം ചെയ്ത ദൈവം തന്നെയാണ്. ഒരു പ്രത്യേക ലക്ഷ്യം സാധ്യമാക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്ന ദൈവം. ആ വസ്തുത സ്വീകരിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വിശ്വാസധാരയുടെ ആവശ്യം തന്നെ ഇല്ലാതെ വരും. യേശുവിനെ പോലെ തോന്നിക്കപ്പെടുന്ന എന്നാൽ രക്ഷാദൗത്യമൊന്നുമില്ലാത്ത ഈസാ നബി എന്ന ഒരു നല്ല മനുഷ്യനെ ഖുറാനിൽ അവതരിപ്പിച്ചതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ദൈവപുത്രനായ രക്ഷാനായകനായ ഒരു യേശുവിനേക്കാൾ താഴെയുള്ള ആരെയും അംഗീകരിക്കുവാൻ ക്രിസ്ത്യാനികൾ ഒരു കാരണവശാലും തയ്യാറാവുകയില്ല. ഇനി മറ്റൊരു കാര്യം, എനിക്ക് താങ്കളോടുള്ള ബഹുമാനം വളരെയധികം വർദ്ധിച്ചതും വല്ലാതെ നഷ്ടപ്പെട്ടതുമായ 2 അവസരങ്ങൾ ഈ സംവാദത്തിനിടയിലുണ്ടായി. ആദ്യം പോസിറ്റീവായ കാര്യം തന്നെ പറയാം. താങ്കൾ സംവാദത്തിനിടയിൽ നിഷ്കളങ്കമായൊരു പ്രസ്താവന നടത്തി. ലോക ചരിത്രത്തെ 2ആയി വിഭജിച്ച ഏറ്റവും വലിയ സംഭവമാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശ് മരണം എന്നും അത് അത്യധികം ഇമ്പാക്റ്റ്ഫുള്ളായ സംഭവമാണ് എന്നുമായിരുന്നു താങ്കൾ പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തോടും ഇക്കാര്യത്തിലുള്ള ബൈബിൾ വീക്ഷണത്തോടും എനിക്ക് യോജിപ്പാണ് ഉള്ളത് എന്ന് താങ്കൾ സംവാദവേളയിൽ പറയുകയുണ്ടായി. ഒരു ഹിന്ദു സോഷ്യലിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന താങ്കൾ അക്കാര്യം പ്രസ്താവിച്ചപ്പോൾ കേൾവിക്കാർ ഹർഷാരവത്തോടെയാണ് ആ പ്രസ്താവനയെ ഏറ്റെടുത്തത്. ആ നിമിഷം താങ്കൾ എന്താണ് ചെയ്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഖുറാനിൽ പറയുന്ന ഈസയും ക്രൂശിൽ മരിച്ച ബൈബിളിലെ യേശുവും 2 പേരാണെന്ന് താങ്കൾ പരോക്ഷമായി സമ്മതിക്കുകയായിരുന്നു. പേരിൽ ചില സാമ്യങ്ങളുണ്ടെങ്കിലും ബൈബിളിലെ യേശുവുമായി ഒരു നിലയിലും ബന്ധമുള്ള ആളല്ല ഖുറാനിലെ ഈസ എന്ന് അപ്പോൾ ചിന്തിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ബോധ്യമായി. സത്യത്തിൽ സംവാദത്തിൻ്റെ തലക്കെട്ടായുള്ള ചോദ്യത്തിന് അവിടെ മറുപടി ലഭിച്ചു കഴിഞ്ഞു. വേണമെങ്കിൽ സംവാദം അവിടെ അവസാനിപ്പിക്കാമായിരുന്നു. ഖുറാൻ അവതരിപ്പിക്കുന്ന ഈസ നബിയെ പോലെ അല്ലാതെ കുരിശിൽ മരിച്ചവനാണ് ബൈബിളിലെ യേശു എന്ന് താങ്കൾ തന്നെ പറയുമ്പോൾ അതിനപ്പുറത്ത് പിന്നെ എന്താണ് വേണ്ടത്? രാഹുൽ, ഇവിടെയാണ് താങ്കൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയത്. മതസൗഹാർദ്ദത്തിന് വേണ്ടിയുള്ള തത്രപ്പാടിനിടയിൽ യു ആർ സിൻസിയർലി മിസ്റ്റേക്കൺ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ താങ്കൾ മനഃപൂർവ്വം കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാൻ നിഷ്പക്ഷമതികൾ നിർബന്ധിക്കപ്പെടും. യേശുവും ഈസായും ഒരാൾ തന്നെ എന്ന് പറയാനാണ് നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇസ്ലാം മതം ആഗ്രഹിക്കുന്നതും ഖുറാനിലൂടെ ശ്രമിക്കുന്നതും എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ പിന്നിൽ ഖുറാനുള്ള വ്യക്തമായ ലക്ഷ്യത്തെപ്പറ്റിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സത്യം ഈ നിലയിൽ തിരിച്ചറിഞ്ഞു എന്ന് പരസ്യമായി പ്രസ്താവിച്ചിട്ട് താങ്കൾ ഈ വിദണ്ഡവാദത്തിന് എന്തിന് തലവെച്ച് കൊടുക്കണം? അതാണ് എൻ്റെ ചോദ്യം. എനിക്കിതൊട്ടും മനസ്സിലാകുന്നില്ല. ഇസ്ലാമിയരുടെ വാദമാണ് താങ്കൾ ആവർത്തിക്കുന്നത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇക്കാര്യത്തിൽ താങ്കളെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. പക്ഷേ നിഷ്പക്ഷതയോടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. യേശുവിനെ ആദരിക്കുന്നു എന്ന മട്ടിൽ ബിലിറ്റിൽ ചെയ്യാൻ ഇസ്ലാമിയർ വളരെ വിദഗ്ധമായി ശ്രമിക്കുമ്പോൾ അതിനോട് വിമുഖത കാട്ടുന്ന ക്രിസ്തീയവാദത്തെ താങ്കൾ കണ്ണുമടച്ച് എതിർക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാൻ ഉള്ളത്. ഒന്ന് ശ്രദ്ധിക്കണേ, മുഹമ്മദ് എന്ന പേരിൽ ഒരാളെ ബൈബിളോ ക്രിസ്ത്യാനികളോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് കരുതുക. എന്നിട്ട് ഖുറാനിൽ പറയുന്ന മുഹമ്മദ് നബിയുടെ സ്വഭാവത്തിന് ഘടകവിരുദ്ധമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നബിയെ പറ്റിയുള്ള ഖുറാൻ പ്രസ്താവനകൾക്ക് വിരുദ്ധമായുള്ള ചില കാര്യങ്ങൾ ഈ കഥാപാത്രത്തിൽ ആരോപിക്കുന്നു എന്നും കരുതുക. തുടർന്ന് ഞങ്ങൾ പറയുന്ന മുഹമ്മദും ഖുറാനിലെ നബിയും ഒരാളാണ് എന്ന് അവകാശപ്പെടുന്നു എന്നും സങ്കല്പിക്കുക. ഏതെങ്കിലും ഒരു മുസ്ലിം ആ അവകാശവാദം അംഗീകരിക്കുമോ? ഇല്ല, അങ്ങനെ അംഗീകരിക്കാനും പാടില്ല. പേരൊന്നാണെങ്കിലും അവർ ഒരേ വ്യക്തിയല്ല, വ്യത്യസ്തരാണ്. അങ്ങനെയല്ലേ ബോധമുള്ള ആരും പറയൂ. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ബൈബിളിൽ പറയുന്നതിനേക്കാൾ യേശുവിനെ കൂടുതൽ ആദരിക്കുകയല്ലേ ഖുറാൻ ചെയ്തത് എന്ന് താങ്കൾ പറഞ്ഞു എന്ന് വരാം. ഇതിനെ ആദരവായിട്ടല്ല, അപമാനിക്കാനും അംഗീകരിക്കാതിരിക്കാനുമുള്ള ഗൂഢശ്രമം മാത്രമാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത്തരം ആദരവ് വേണ്ട. യേശുവിനെ പറ്റി
ബൈബിൾ നൽകിയിരിക്കുന്ന യഥാതഥ വിവരണം മാത്രം മതി ക്രിസ്ത്യാനികൾക്ക്. കൂടുതൽ പ്രത്യേകതകളൊന്നും യേശുവിന് ആരും ചാർത്തിക്കൊടുക്കേണ്ട, ഒട്ടും കുറച്ച് കാണുകയും വേണ്ട. ഈ സോക്കോൾഡ് നല്ല വാക്കുകളുടെ പിന്നിൽ ചില രഹസ്യ അപകടങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കില്ലെന്ന് ദയവായി കരുതരുതേ. അതുകൊണ്ട് ഖുറാൻ്റെ തന്ത്രങ്ങളിൽ താങ്കൾ പെട്ടുപോകാതെ ഇരിക്കുക. അങ്ങനെ മാത്രമാണ് ഈ സ്നേഹിതൻ്റെ ഉപദേശം. ഖുറാനും മുഹമ്മദും ഇസ്ലാമ്യരും മറ്റൊരു വഴിയെ സഞ്ചരിച്ചോട്ടെ, അവർക്കതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടല്ലോ. യേശുവിനെ വെറുതെ വിടുക, അതല്ലേ നല്ലത്. ലെറ്റ് us agree to disagree. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്നോ, ജന്മ കർമ്മ പാപങ്ങളുടെ സമ്മിശ്രമായ മനുഷ്യനെ അവൻ്റെ പാപത്തിൻ്റെ കോൺസിക്വൻസസിൽ നിന്നും മോചിപ്പിക്കുവാൻ യേശു അല്ലാതെ ഒരു മാർഗവും ആരും എവിടെയും നിർദ്ദേശിച്ചിട്ടില്ല ഇതേവരെ. ശിഷ്ടരെ സംരക്ഷിക്കുവാൻ വേണ്ടി പലരുമുണ്ടെന്ന് പറയുമ്പോഴും ദുഷ്ടരെ രക്ഷിക്കുവാൻ വേണ്ടി യേശു അല്ലാതെ മറ്റാരുമില്ല. രക്തം ചൊരിയാതെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും വിമോചനമില്ല എന്നത് സാർവലൗകിക നിയമമാണ്. യേശു അങ്ങനെ ഒരു ബലിമൃഗമാകണമെങ്കിൽ അവൻ പാപരഹിതനായിരിക്കണം. ജന്മം മുതൽ അവൻ ചില സവിശേഷതകൾ ഉള്ളവനായിരിക്കണം. അങ്ങനെയുള്ള യേശുവാണ് ബൈബിളിൽ കാണുന്നത്. ആ യേശുവാണ് ലോകരക്ഷകൻ. ഈസാ നബിയിൽ യേശുവിലുള്ള ഈ സവിശേഷതകളൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈസാ നബിക്ക് പാപങ്ങളുടെ പരിഹാരമായി ഒരു ബലിയർപ്പണമാകാനാവില്ല, അതിനുള്ള യോഗ്യതകളുമില്ല. ബൈബിൾ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ അഥവാ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ശാശ്വത മോചനം നേടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. അതെ, യേശുക്രിസ്തു നിസ്തുല്യനാണ്. ഒരു ഗാനരചയിതാവ് എഴുതിയിരിക്കുന്ന പോലെ, അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെപ്പോലെ ആരാധ്യരാരുമില്ല. തീർന്നില്ല, കവി തുടരുന്നു, അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളും അലയാതെ മോദമായി മരുവും മരുവിലും ശാന്തമായി. ഈ ഭൂമിയിൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന എല്ലാ പ്രതിസന്ധികളുടെ മധ്യത്തിലും യേശുക്രിസ്തു എന്ന ലോകരക്ഷകനിൽ ശരണപ്പെട്ടവർക്ക് സമാധാനത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയും. മാത്രമല്ല, വരുവാനുള്ള ലോകത്തിൻ്റെ നന്മയിലും അവർക്ക് പങ്കാളിത്തമുണ്ട്. നിത്യമരണത്തിൽ നിന്ന് അവർക്ക് മോചനമുണ്ട്. ഞങ്ങളുടെ സഹജീവികളെല്ലാം ഈ നിത്യ സൗഭാഗ്യത്തിൻ്റെ അവകാശികളാകണം എന്നാണ് ഞങ്ങളുടെ വിനീതമായ ആഗ്രഹം. അതിനാണ് ഞങ്ങൾ സുവിശേഷം പറയുന്നത്. പ്രിയപ്പെട്ട രാഹുൽ, താങ്കളും ഞങ്ങളുടെ എല്ലാ ഇസ്ലാമ്യ സ്നേഹിതരും യേശുവിനെപ്പറ്റി നല്ലത് പറയുക എന്നതിലുപരിയായി തന്നെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇത് മതം മാറ്റത്തിനുള്ള ഒരു ആഹ്വാനമല്ലേ അല്ല. ക്രിസ്തു വിശ്വാസികളുടെ സംഖ്യ ഈ ലോകത്തിൽ വർദ്ധിപ്പിച്ചിട്ട് ഞങ്ങൾക്കൊന്നും സാധിക്കാനില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമില്ല. ആ താല്പര്യമുള്ള നാമധേയ ക്രൈസ്തവർ ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. ട്രൈ ജീസസ്, ഹീ ഈസ് ദ ആൻസർ ഫോർ ഓൾ യുവർ ക്വസ്റ്റ്യൻസ്. ഒടുവിലായി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. സംവാദത്തിൻ്റെ ആധാരം ബൈബിളും ഖുറാനും മാത്രമായിരിക്കും എന്ന് രണ്ട് സംവിധായകരും എഗ്രി ചെയ്ത രേഖ മുൻപിലിരിക്കെ താങ്കൾ എന്തിന് മാർപ്പാപ്പയെയും ചില യൂണിവേഴ്സിറ്റികളെയും ചിലരുടെ പഠനങ്ങളെയും എല്ലാം ഇതിലേക്ക് വലിച്ചടിച്ചു? കത്തോലിക്കരെയും പ്രൊട്ടസ്റ്റൻ്റുകാരെയും തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു വിദഗ്ധ തന്ത്രം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തള്ളിക്കളയാനാവുമോ? മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള ചിലർ ഇസ്ലാമിക ചിന്താഗതിയെ അനുകൂലിക്കുന്നതായി താങ്കൾ സൂചിപ്പിച്ചല്ലോ. എന്നാൽ മാർപ്പാപ്പയുടെ വാക്കുകളെ സംവാദവേളയിൽ വളച്ചൊടിക്കുകയായിരുന്നു എന്ന് ആധികാരികമായി പറയേണ്ടവർ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഇനി വാദത്തിനു വേണ്ടി അദ്ദേഹം അങ്ങനെ പറഞ്ഞുവെന്ന് തന്നെ അങ്ങ് സമ്മതിക്കാം. പക്ഷെ ഓർക്കണം, മനുഷ്യരായി ജനിച്ച ആർക്കും തെറ്റാവരമൊന്നുമില്ല. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു ഇടനിലക്കാരനുള്ളതായി ബൈബിൾ വെളിപ്പെടുത്തുന്നുമില്ല. തന്നെയല്ല, യേശുക്രിസ്തു എന്ന മധ്യസ്ഥൻ മാത്രമേ നമുക്കുള്ളൂ എന്ന് ബൈബിൾ അസന്നിഗ്ധമായി പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കത്തോലിക്കർ മുതൽ ഇവാഞ്ചലിക്കൽ വരെയുള്ള സമസ്ത ക്രിസ്തീയ വിഭാഗങ്ങളിലെ ആരും, ഞാൻ ആവർത്തിക്കുന്നു, കത്തോലിക്കർ മുതൽ ഇവാഞ്ചലിക്കൽ വരെയുള്ള സമസ്ത ക്രിസ്തീയ വിഭാഗങ്ങളിലെ ആരും, എത്ര ശ്രേഷ്ഠന്മാർ എന്ന് ലോകം പേര് ചാർത്തിക്കൊടുത്തവരായാലും അവരുടെ വാക്കുകളല്ല ദൈവവചനമായ ബൈബിൾ പറയുന്ന കാര്യങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത്. ഇത് പറയുമ്പോൾ ബൈബിളിനെ നിഷേധിക്കുന്ന
സോ കോൾഡ് ക്രിസ്ത്യൻസും ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുകൂടെ ഓർപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ, താങ്കൾ സത്യസന്ധനാണ്. അതുകൊണ്ട് അങ്ങനെയെങ്കിൽ ദയവായി അന്ധമായ നേതൃത്വ സ്നേഹത്തിൻ്റെ കൊക്കൂണിൽ നിന്ന് പുറത്തു വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും ആദരണീയരാണ്. എന്നാൽ ഏത് മനുഷ്യർക്കും തെറ്റുപറ്റാം. ഇന്നലെ ചെയ്ത പല കാര്യങ്ങളും മേയാ കുൾപ്പ, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് വിലപിച്ചവരാണ് മനുഷ്യരിൽ മഹാന്മാരെന്ന് നാം കരുതുന്നവരല്ല. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ അനുയായി മാത്രമാണ്, അല്ലാതെ മനുഷ്യരുടെ അനുയായി അല്ല. ക്രിസ്തുവിൻ്റെ വാക്കുകൾക്കാണ് കാതേകേണ്ടത്, മനുഷ്യരുടെ വാക്കുകൾക്കല്ല. ക്രൈസ്തവ മാർഗം രൂപീകരിക്കപ്പെട്ട ആദിമ നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം ഇന്ന് നമ്മുടെ പക്കൽ ലഭ്യമാണല്ലോ. ഇന്ന് നാം കാണുന്ന പോലെയുള്ള സംഘടിത മതം എന്നാണ് ഉണ്ടായതെന്നും രാഷ്ട്ര അധികാരവും മതവും കൂടിക്കൊഴിഞ്ഞത് ഏത് നൂറ്റാണ്ട് മുതൽ അത് എന്തിനു വേണ്ടിയായിരുന്നെന്നും താങ്കളെപ്പോലെയുള്ള ഒരു ചിന്തകൻ വിചിന്തനം ചെയ്യാതിരിക്കുന്നത് ഉചിതമല്ല. എന്നിട്ട് വേണം പരസ്യമായ നിലപാടുകൾ എടുക്കേണ്ടത്. രാഹുൽ, താങ്കളെ വളരെയധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ടും സത്യത്തിനു വേണ്ടിയുള്ള താങ്കളുടെ പോരാട്ടങ്ങളെ ആദരവോടെ ഞാൻ കാണുന്നു എന്നുള്ളതുകൊണ്ടുമാണ് ഈ കാര്യങ്ങൾ താങ്കളോട് ഞാൻ നേർക്കുനേരെ പറയുന്നത്. ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ച് പരിഹാസ്യനാകരുത്. താങ്കൾക്ക് മാത്രമല്ല, ഇസ്ലാമിയർ ഉൾപ്പെടെ ഞങ്ങളുടെ എല്ലാ സഹജീവികൾക്കും നന്മ മാത്രം ഭവിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആരോടും പകയില്ലാതെയാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കണം എന്ന് യേശു ഞങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നിവർത്തിക്കുന്നു എന്ന് മാത്രം, അല്ലാതെ ആരെയും നിർബന്ധിത മതപരിവർത്തനം നടത്തി ക്രിസ്ത്യാനിയാക്കാനുള്ള ഉദ്ദേശം ഞങ്ങൾക്ക് ഒട്ടുമേയില്ല. അത് ശരിയല്ല താനും. രാഹുൽ, താങ്കളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു.